ആദ്യ അടുത്ത് ചെന്ന് വിളിച്ചിട്ടും അവൾ കണ്ണു തുറന്ന് നോക്കാതെയായപ്പോൾ ആദ്യ അവളെ ഒന്ന് കുലുക്കി വിളിച്ചു. അപ്പോഴേക്കും അവൾ ആദിയുടെ ഷർട്ടിൽ കൈ ചുറ്റി പിടിക്കാൻ തുടങ്ങിയിരുന്നു. അടിമുടി വിറക്കുന്നുണ്ടവൾ. പടച്ചോനെ, നല്ല പനിയുണ്ടല്ലോ ഇസ. ആദ്യ അവളുടെ മുഖത്ത് തട്ടി വിളിക്കുമ്പോഴേക്കും ആദിയിൽ അഭയം പ്രാപിക്കും മട്ടിൽ അവൾ അവൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നു. ആദ്യ അവളെ ഒരു കുഞ്ഞിനെന്ന പോലെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ചുറ്റുകൊള്ളുന്ന നെറ്റിയിലൊന്ന് ചുംബിച്ചു. പിന്നെയാണ് ബെഡിലേക്ക് എടുത്ത് കിടത്തി വേണ്ടതൊക്കെ ചെയ്തത് പോലും. എൻ്റെ അടുത്തുനിന്ന് പോകില്ലേ ഉമ്മ? പനിയുടെ കടുപ്പത്തിൽ പറഞ്ഞതാണെങ്കിലും അവൾ ആദിയുടെ കൈകളെ തന്നെയായിരുന്നു ചുറ്റിപ്പിടിച്ചത്. ഉമ്മച്ചിയല്ലടാ, ആദിക്കയാണ്. ഒന്നുമില്ല കേട്ടോ, പേടിക്കേണ്ട. ആദി അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ ഒക്കെ ശരിയാവും. വേണ്ടതൊക്കെ ഇക്ക ചെയ്തിട്ടുണ്ട്. ആദി അവളെ പുതപ്പിച്ചുകൊണ്ട് എഴുന്നേൽക്കുമ്പോഴേക്കും ഇസ കൈയിൽ മുറുക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇക്ക എങ്ങും പോകല്ലേ എന്നെ വിട്ട്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ആദ്യം അവളുടെ കൈ പിടിച്ചു മാറ്റി മെഡിസിൻ ബോക്സ് തുറന്ന് കോട്ടനും വെള്ളവുമായി അവളുടെ അരികിലേക്ക് വന്നു. ആദിയുടെ സാമീപ്യം അവൾക്കപ്പോൾ ആവശ്യമാണെന്ന് അവന് തീർച്ചയായിരുന്നു. അത്രമാത്രം കിടുങ്ങി വിറച്ചായിരുന്നു ഇസമ്മയുടെ കിടപ്പ്. കോട്ടൻ അവളുടെ നെറ്റിയിൽ നനച്ചിട്ട ശേഷം ഡ്രസ്സ് പോലും മാറ്റാൻ നിൽക്കാതെ ആദി വന്ന കോലത്തിൽ ഇസമ്മക്കടുത്തേക്ക് ചേർന്ന് കിടന്നു. പനി പിടിച്ച് കിടന്ന ഇസമ്മ അതൊരു ആശ്വാസമായിരുന്നു. അവൾ ആദിയെ ചേർന്ന് പറ്റി കിടക്കുമ്പോൾ പോലും ആദിയുടെ കണ്ണൊന്ന് നിറഞ്ഞിരുന്നു. മരുന്നിൻ്റെ ആശ്വാസത്തിൽ ഇസമ്മ മയങ്ങുമ്പോഴേക്കും അവളുടെ മുടിയിൽ വിരലോടിച്ചിരുന്നു. ആദിയൊന്ന് മയങ്ങിപ്പോയി. കുറേ സമയങ്ങൾക്ക് ശേഷം ചെറിയൊരു ഞരക്കം കേട്ടതും ആദി പെട്ടെന്ന് ഉണർന്നു അവളെ നോക്കി. അവൻ കണ്ണു തിരുമ്മിക്കൊണ്ട് ഇസമ്മയെ നോക്കുമ്പോഴേക്കും അവളും ഉണരാനുള്ള പരിപാടിയാണ്. ഇസമ്മ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആദിയുണ്ട് അവളെയും ചേർത്ത് പിടിച്ച് കിടക്കുന്നു. എങ്ങനെയുണ്ട് ഇപ്പോൾ? പനി മാറിയോ? ആദ്യ നെറ്റിയിൽ കൈവച്ച് നോക്കുമ്പോഴെല്ലാം ഇസമ്മ അവനെ ആദ്യമായി കാണുന്നത് പോലെ നോക്കിക്കിടന്നു. ഇടയ്ക്ക് അവൾ കണ്ണടച്ച് തുറന്നപ്പോഴേക്കും അവളുടെ കണ്ണുകളാകെ ചുവന്ന് കലങ്ങിയിരുന്നു. താനെന്തിനാ പിന്നെയും എൻ്റെ അടുത്തേക്ക് വന്നേ? കുറേ സമയത്തെ മൗനത്തിന് ശേഷമാണ് വിങ്ങിപ്പൊട്ടിക്കൊണ്ടുള്ള ചോദ്യം വന്നത്. അത് തന്നെ പാതി ശബ്ദം മാത്രമേ പുറത്തേക്ക് കേട്ടിരുന്നുള്ളൂ. ഞാനല്ലേ കുഞ്ഞൂസേ, നീയാ എന്നെ ഇവിടെ പിടിച്ച് കിടത്തിയേ. ദേ ഇങ്ങോട്ട് നോക്ക്. നിന്റെ കൈയും കാലും ഒക്കെ എൻ്റെ ദേഹത്താണ്. പിന്നെങ്ങനെ ഞാൻ എണീക്കുക? ഇതൊക്കെ എടുത്തു മാറ്റിയാലേ ഞാൻ അങ്ങ് പോയേക്കാം. അതോടെ അവൾ വയ്യെങ്കിലും എഴുന്നേറ്റിരുന്നു. ഏയ് എണീക്കണ്ട, കിടന്നോളൂ. ആദ്യം എഴുന്നേറ്റ് അടുത്തേക്ക് ചെന്നതും അവൾ ഭയന്നതുപോലെ ഒരൽപ്പം പിന്നിലേക്ക് നീങ്ങി. ആദ്യം അടുത്തേക്ക് വരണ്ട, എനിക്ക് പേടിയാ. എങ്ങനെയോ പറഞ്ഞ ശേഷം അവൾ മുഖം താഴ്ത്തി വെച്ചിരുന്ന് കരയാൻ തുടങ്ങി. ആദിക്ക് അവളോട് എന്തു പറഞ്ഞാൽ ശരിയാകുമെന്നറിയില്ലായിരുന്നു. അവൻ മൗനം പാലിച്ചു നിന്നെങ്കിലും അവളുടെ പെരുമാറ്റം ആദിയെയും വിഷമത്തിലാക്കി. താൻ അടുത്തുണ്ടാവുന്നത് അവൾക്ക് കൂടുതൽ വിഷമം ഉണ്ടാകുമെന്ന് കരുതി പലപ്പോഴും ആദി മുറിക്ക് വെളിയിലേക്ക് ഇറങ്ങിയിരുന്നു. ഭക്ഷണവും എടുത്ത് മുറിയിലേക്ക് ചെല്ലുമ്പോഴും ഇസ കരഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഇസ, നീ ഇന്ന് ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല, അറിയാം. അതുകൊണ്ട് ദേ ഇത് കഴിച്ചേ. ആദി കൊണ്ടുവന്ന ഭക്ഷണം അവൾ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ആദി അവളെ ഒരുപാട് നിർബന്ധിച്ചിരുന്നു. അവളുടെ എതിർപ്പുകൾക്കിടയിൽ എപ്പോഴോ ആദി കൊണ്ടുവന്നതൊക്കെ താഴെ വീഴുകയും ചെയ്തു. ഇസമ്മ ആദിയുടെ ഭാഗത്തു നിന്നും ഒരു വഴക്ക് പ്രതീക്ഷിച്ചതാണെങ്കിലും ഇത്തവണ അതുണ്ടായില്ല. എങ്കിലും താഴെ വീണതൊക്കെ വൃത്തിയാക്കി ആദി എണീക്കുമ്പോൾ അവൾ പേടിച്ച് മുഖം പൊത്തിയിരിക്കുവായിരുന്നു. സാരമില്ല, പോട്ടെ. വിശപ്പില്ലെങ്കിൽ പിന്നെ കഴിച്ചാൽ മതി. അതെ, എൻ്റെ ഇസമ്മ ഇനി വെറുതെ ഇരുന്ന് കരയണ്ട, പനി കൂടും. മുഖമൊക്കെ തുടച്ചിട്ട് മോളിത്തിന് നേരം കൂടി കിടന്നുറങ്ങിക്കോ. ഇക്കിപ്പോൾ വരാട്ടോ. ആദ്യം അവളുടെ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞ ശേഷം പുറത്തേക്ക് വന്നു. ആദ്യം മുറി വിട്ടിറങ്ങിയതും ഇസമ്മ തലവഴി പുതപ്പ് മൂടിക്കൊണ്ട് ടെറസിലേക്ക് നടന്നിരുന്നു. ടെറസിലെത്തിയതും അവൾ മുടി ഒരു വശത്തേക്ക് മാത്രം ഒതുക്കിയിട്ടു. അപ്പോഴേക്കും അവളുടെ മുഖമൊന്ന് ചുളിഞ്ഞു. കഴുത്തിലെ മുറിവിലാകെ തണുപ്പ് നീറ്റുന്നൊരു നോവ്. ഒരു നിമിഷം അവൾ ആദിയെയും കഴിഞ്ഞുപോയ രാത്രിയെയും ഓർത്തുപോയി. അതേസമയം ആദ്യ വീട് മുഴുവൻ ഇസമ്മയെ നോക്കി നടപ്പായിരുന്നു. ഇസ, നീ ഇതെവിടെയാ? അവൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ ആയതോടെ ആദി പുറത്തേക്കൂടി ഇറങ്ങി നോക്കി. അപ്പോഴാണ് ടെറസിൽ കയറി നിൽക്കുന്ന ഇസമ്മയെ കാണുന്നത്. പിന്നെ അങ്ങോട്ടായി ആദിയുടെ ഓട്ടം. ആദി ചെന്ന് തട്ടി വിളിച്ചപ്പോഴും ഒരു നടുക്കത്തോടെയാണ് അവൾ തിരിഞ്ഞു നോക്കിയത്. നിന്നെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചുവെന്നറിയുമോ? ഒന്ന് വിളി കേട്ടാൽ എന്താ നിനക്ക്? വെറുതെ മനുഷ്യനെ വിഷമിപ്പിക്കാനായിട്ട്. എന്തിനാ ഈ മഞ്ഞു കൊള്ളുന്നേ? പനി കൂടാനാണോ ഉദ്ദേശം? ആദ്യം അവളുടെ മുഖം കയ്യിലെടുത്ത് വിഷമത്തോടെ ചോദിച്ചതും ഇസ മറുപടിയൊന്നും പറയാതെ മുറിയിലേക്ക് പോന്നു. കുറേ സമയം കഴിഞ്ഞ് ആദ്യ വന്ന് നോക്കുമ്പോഴേക്കും അവൾ നല്ല മയക്കമായിരുന്നു. തൊട്ടു നോക്കുമ്പോൾ നല്ല ചൂടും. അതോടെ ആദ്യ രഞ്ജനെ വിളിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് മേടിപ്പിച്ചുകൊണ്ട് ഇസയുടെ അടുത്തേക്ക് ചെന്നു. ഇസമ്മേ, ഒന്ന് എണീക്കടാ.
സിറിഞ്ചിലേക്ക് മരുന്നെടുക്കുന്നതിനിടെ അവൻ പറഞ്ഞെങ്കിലും അവൾ ഉറക്കത്തിലായിരുന്നു. ഇഞ്ചക്ഷൻ എടുക്കുന്നതിനായി ആദ്യം അവളുടെ പുതപ്പൊന്ന് മാറ്റിയതും അവൾ ഞെട്ടി ഉണർന്നതും ഒരുമിച്ചായിരുന്നു. എന്താ? അവൾ എഴുന്നേറ്റ് പേടിയോട് ചോദിച്ചു. ഈ ഇഞ്ചക്ഷൻ ഒന്ന് എടുക്കാനായിരുന്നു. ഉടുപ്പിൻ്റെ സ്ലീവ് ഒന്ന് മാറ്റിയേ. അതൊന്നും വേണ്ട, എനിക്ക് പേടിയാണ്. താനൊന്ന് പോയി തരുമോ എൻ്റെ മുന്നീന്ന്? എന്നെയാണോ പേടി? ശരി, ഞാൻ പോയേക്കാം. പക്ഷേ ഇപ്പോൾ ഇതെടുത്തേ മതിയാകൂ. ഇല്ലെങ്കിൽ രാത്രി ചിലപ്പോൾ മരിച്ചു പോവില്ലല്ലോ. ആദി പറഞ്ഞു തീരുന്നതിന് മുന്നേ അവൾ ഇടയിൽ കയറി പറഞ്ഞുകൊണ്ട് വീണ്ടും കിടന്നു. ഡോ ആദി. ഉറക്കത്തിൽ പോലും ഇസമ്മയുടെ ശബ്ദം കേട്ടതും ആദി എഴുന്നേറ്റിരുന്നു. എന്തു പറ്റി ഈസ? എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? എൻ്റെ ടെഡിയെ ഒന്ന് എടുത്തു തരാവോ? വല്ലാതെ തണുക്കുന്നു. ഇസമ്മയുടെ ശബ്ദമിടറിയതും അവനെന്തോ വല്ലായ്മ തോന്നി. ടെഡിയൊക്കെ എന്തിനാ നിനക്ക്? ഞാനില്ലേ. ആദ്യം അവളെ ചേർത്ത് പിടിച്ചതും അവൾക്ക് എന്തൊരു ആശ്വാസമായിരുന്നു. എങ്കിലും കഴിഞ്ഞതൊക്കെ ഓർത്തപ്പോൾ അവൾക്ക് കരയാതിരിക്കാനുമായില്ല. രാവിലെ ആദ്യം ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് കരുതി റെഡിയായി ഇസമ്മയ്ക്കുള്ള ചായയുമായി മുറിയിലേക്ക് ചെല്ലുമ്പോൾ പഴയതിനേക്കാളും മോശമായിരുന്നു ഇസമ്മയുടെ അവസ്ഥ. ഒന്ന് എഴുന്നേൽക്കാൻ പോലും വയ്യാതെയായിരുന്നു അവളുടെ കിടപ്പ്. തനിച്ചാക്കി പോകുന്നത് ആദിക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. ദേ നോക്ക്, ഇപ്പം നിന്റെ അവസ്ഥ. ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് പ്രശ്നമാകുമെന്ന്. എന്നിട്ട് കേട്ടോ? തൻ്റെ ആവശ്യം കഴിഞ്ഞില്ലടോ. ഇനി എനിക്ക് എന്തു വന്നാലും പ്രശ്നമില്ല. തനിക്ക് എൻ്റെ മുന്നിൽ നിന്നൊന്ന് പോയി തരാമോ? അത്രയെങ്കിലും ഒന്ന് ചെയ്യുമോ? ഇത്തവണ ആദ്യം അവളുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ സിറിഞ്ചിലേക്ക് മരുന്നെടുത്തു. ആ സ്ലീവ് അങ്ങോട്ട് മാറ്റിയേ. കളിക്കാതെ സ്ലീവ് മാറ്റടി, ഇല്ലെങ്കിൽ ഞാനിതൊക്കെ ഇപ്പോൾ വലിച്ചു പൊട്ടിക്കും. ഇനി നീ കുറേ കരയേണ്ടി വരും, പറഞ്ഞേക്കാം. ഇത്തവണയും ഇസമ്മ കുറേയധികം എതിർത്തെങ്കിലും ആദിയുടെ ശബ്ദമൊന്ന് ഉയർന്നതോടെ ആ എതിർപ്പില്ലാതെയായി. ഇസയായി തന്നെ അത് മാറ്റിക്കൊടുത്തെങ്കിലും അവളുടെ കൈ കണ്ടപ്പോഴേക്കും ആദിയുടെ കണ്ണ് നിറഞ്ഞുപോയി. കയ്യിലാകെ അവൻ്റെ പല്ലാഴുന്നതിൻ്റെ പാട് വട്ടത്തിൽ ചുവന്ന് കിടക്കുന്നു. അവനതിൽ മെല്ലെയൊന്ന് തൊട്ടപ്പോൾ തന്നെ ഇസമ്മ വിങ്ങിപ്പൊട്ടിയിരുന്നു. ഈ കൈ ശരിയാവില്ല. അതും പറഞ്ഞുകൊണ്ട് അവൻ അടുത്ത കൈയിലേക്ക് ഇഞ്ചക്ഷൻ എടുത്തു. ഒന്നുറങ്ങി എണീക്കുമ്പോഴേക്കും അവളുടെ പനി പകുതിയും മാറിയിരുന്നു. ഇത്തവണ ഇസമ്മയ്ക്ക് സ്വിമ്മിംഗ് പൂളിനരികിൽ ചെന്നിരുന്ന എന്തോ ആലോചനയിലായിരുന്നു. കണ്ണിൽ നിന്നും നിൽക്കാതെ കണ്ണുനീരൊഴുകുന്നുണ്ട്. എന്തിനാ ഈസ വയ്യാത്ത സമയത്ത് നീ ഇങ്ങനെ അവിടെയും ഇവിടെയും പോയി തനിച്ചു നിൽക്കുന്നേ? മുറിയിൽ കൊണ്ടുവച്ച ആഹാരമാണെങ്കിൽ കൈകൊണ്ട് തൊട്ടിട്ടില്ല. വാശി തീർക്കുവാണോ നീ എന്നോട്? എനിക്ക് പറയാനുള്ളതൊന്നും കേൾക്കാൻ നീ എന്താ ഇതുവരെയൊന്നും തയ്യാറാകാതെ? സമനില തെറ്റിയ പോലെ ആദ്യം ഒച്ച വെച്ചതും അവളൊന്ന് നടുങ്ങി. പിന്നെ കണ്ണു തുടച്ച് എഴുന്നേറ്റ് ആദിക്ക് നേരെ നീങ്ങി. ഒരു പെണ്ണിന് ഏറ്റവും വിലപ്പെട്ടത് എന്താണോ അതാണ് താൻ എന്നിൽ നിന്നും തട്ടിയെടുത്തത്. ഇനിയും തനിക്കെന്താ ആദി എന്നോട് പറയാനുള്ളത്? അവൾ കഴിയുന്നത്ര ശബ്ദമെടുത്ത് കരഞ്ഞു പറഞ്ഞതും ആദിക്ക് പിന്നെയൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥയായി. അവൾ ചുരുട്ടി പിടിച്ച ആദിയുടെ ഷർട്ടിൽ നിന്നും കൈയെടുത്തതും അവളാകെ തളർന്നു പോയിരുന്നു. കഴിക്കത്. എനിക്ക് വേണ്ട. എനിക്ക് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? പറ ഇസ. ഞാനിവിടെ ലീവെടുത്ത് നിൽക്കുന്നത് നിന്റെ പോട്ടെ, നീ ഇതൊന്ന് കഴിക്ക്. പറയാൻ വന്നതെന്തോ പാതിയിൽ നിർത്തി അവൻ വീണ്ടും ഇസയെ നിർബന്ധിച്ചു കൊണ്ടേയിരുന്നു. എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല, വോമിറ്റ് ചെയ്യാൻ തോന്നുന്നു. പ്ലീസ് ഇതൊക്കെ ഒന്ന് എടുത്തു കൊണ്ടുപോകും. കുഴപ്പമില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ ക്ലീൻ ചെയ്തോളാം. അതല്ല, കഴിക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ എനിക്കൊപ്പം ഹോസ്പിറ്റലിലേക്ക് വരാൻ റെഡിയായിക്കോ. ഇങ്ങനെ പോയാൽ നില കൂടുതൽ വഷളാകും. പറയുന്നത് മനസ്സിലാക്കുക. അവളെ കൊണ്ട് എങ്ങനെയെങ്കിലും ഫുഡും മരുന്നും കഴിപ്പിച്ച ശേഷം ആദ്യ മുറിയിലെ കർട്ടനുകളെല്ലാം വലിച്ചിട്ടു. കാരണം പുറത്തു മഴ തകർത്ത് പെയ്യുന്നുണ്ടായിരുന്നു. ആദിയാണെങ്കിൽ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ചികഞ്ഞുകൊണ്ട് ഇസമ്മയ്ക്കരികിൽ വന്നിരുന്നു. അപ്പോഴെല്ലാം അവളൊന്ന് ഉറങ്ങാൻ പോലും കഴിയാതെ കിടുങ്ങി വിറച്ച് ആദിയെ നോക്കുന്നുണ്ടായിരുന്നു. ആദ്യ അത് മനഃപൂർവ്വം വകവെച്ചില്ല. ആദിയുടെ കണ്ണുകൾ അപ്പോഴും ലാപ്ടോപ്പിൽ തന്നെയായിരുന്നു. എടോ, എനിക്കൊട്ടും വയ്യടോ. താൻ എന്തെങ്കിലും ഒന്ന് ചെയ്യുവോ പ്ലീസ്? ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. ഇസമ്മയുടെ ശബ്ദമൊന്നും അധികം പുറത്തു വന്നില്ലെങ്കിലും ആദിക്ക് അവളെ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ഇല്ല, ഞാനൊന്നും ചെയ്യില്ല. ചെയ്തു പോയതാണല്ലോ പ്രശ്നം. ആദി കൈയെടുത്തൊന്ന് താഴ്ത്തി വെച്ചതും അവൾ നിരാശയോടെ വീണ്ടും വീണ്ടും പുതപ്പ് വലിച്ച് മുഖത്തേക്കിട്ടു. തണുപ്പ് പോകാനുള്ള മരുന്നൊന്നും എനിക്കറിയില്ല ഈസ. ആ കയ്യങ്ങ് തന്നേ. ആദി അവളുടെ രണ്ട് കൈയും പരസ്പരം ഉരസി ചൂടാക്കി കൊടുത്തു. അപ്പോഴേക്കും അവളുടെ കണ്ണൊന്നടഞ്ഞു. അപ്പോഴേക്കും ആദി അവളെ ചേർന്ന് കിടന്നിരുന്നു. താങ്ക്സ്. അവളൊരു ആശ്വാസമട്ടിൽ ആദിയെ നോക്കി പറഞ്ഞു. ആദി ഗൗരവം ഭാവിച്ച് തന്നെയായിരുന്നു ബെഡിൽ ചാഞ്ഞിരുന്നത്. എനിക്ക് തന്നോടുള്ള ദേഷ്യമൊന്നും പോയിട്ടില്ല കേട്ടോ. സാരമില്ല. എനിക്കിപ്പോഴും ഇയാളെ ഇഷ്ടമല്ല, ഇനി ഒരിക്കലും ഇഷ്ടപ്പെടുകയുമില്ല. അതും സാരമില്ല. ആദിസമ്മയുടെ കൈ പരസ്പരം ഉരസുന്നതിനിടയിൽ പറഞ്ഞു. ഇനി താൻ എൻ്റെ മേത്ത് തൊട്ടു പോകരുത്, പറഞ്ഞേക്കാം.
തൊട്ടാൽ അപ്പോൾ ഞാൻ സൂയിസൈഡ് ചെയ്യും, ഇസയ പറയുന്നേ. ആദിയുടെ നെഞ്ചിൽ ചാഞ്ഞു കിടന്നാണ് പറയുന്നതെന്ന് ചിന്തയൊന്നും പാവം ഇസമ്മയ്ക്കിപ്പോൾ ഉണ്ടായിരുന്നില്ല. നിനക്ക് എന്നെ തൊടാൻ കെട്ടിപ്പിടിക്കാൻ വേണ്ടപ്പോഴൊക്കെ ഇതുപോലെ കിടന്ന് കൊഞ്ചാം, അതിനൊന്നൊരു കുഴപ്പമില്ല അല്ലടി. ഒരു നിമിഷം അവൾ മൗനമായി പോയെങ്കിലും അടുത്ത നിമിഷം അവൾ ആദിയുടെ നെഞ്ചിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് വയ്യാഞ്ഞിട്ടല്ലടൂ, താനല്ലേ എനിക്ക് വയ്യായിക തന്നത്. മിണ്ടാതിരുന്ന് എൻ്റെ കൈ ചൂടാക്കിക്കോ. ആദിക്ക് അതിനൊന്നും പറയാൻ ഉത്തരമുണ്ടായിരുന്നില്ല. ഓരോ നിമിഷവും അവളോട് തോന്നുന്ന സ്നേഹം അവന് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്തവണ്ണമായിരുന്നു. അടുത്ത ദിവസം അലാറം അടിച്ച് ചെവിക്കല്ലെളുകുമെന്ന് സ്ഥിതിയായപ്പോഴാണ് ഇസമ്മ കണ്ണു വലിച്ചു തുറന്നത്. എന്താടോ ഈ കാണിക്കുന്നേ? എൻ്റെ ചെവി ഇപ്പോൾ അടിച്ചു പോയേനല്ലോ. അടിച്ചു പോകണം, അതിനാണ്. പെൺപിള്ളേർ ഇത്രയും സമയം കിടന്നുറങ്ങാൻ പാടില്ല, എണീറ്റ് കോളേജിൽ പോകാൻ നോക്കടി. ആദ്യം അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും ഇസ അവൻ്റെ കൈ പിടിച്ചു മാറ്റി വീണ്ടും കമിഴ്ന്ന് കിടന്നു. എനിക്ക് സൗകര്യമുള്ളപ്പോൾ പോകും, താൻ പോടോ പീഡന ഡോക്ടറെ. പീഡന ഡോക്ടർ നിന്റെ ബാക്കി കൂടി പറയൂടോ. കേൾക്കട്ടെ, അവൾ തല ഉയർത്തിക്കൊണ്ട് പറഞ്ഞതും ആദ്യം വീണ്ടും ചൂടാവാൻ തുടങ്ങി. ഇസ, ഇന്ന് നീ കോളേജിൽ പോയില്ലെങ്കിൽ ഞാനിന്ന് ഹാഫ് ഡേ ലീവ് എടുക്കും, പിന്നെ പറയണ്ടല്ലോ. അതോടെ ഇസമ്മ ആദിയുടെ വഴിക്ക് വന്നു. വേണ്ട വേണ്ട, ഞാൻ പൊക്കോളാം. താൻ ഹോസ്പിറ്റലിലേക്ക് പോകണേ. തന്നെ രാവിലെ കണ്ടില്ലെങ്കിൽ പേഷ്യൻസൊക്കെ എന്താ കരുതുക. വേഗം ചെല്ലു ഡോക്ടറെ, ഞാൻ പൊക്കോളാം, പക്ക പ്രോമിസ്. ഇസ വിരണ്ടതു കണക്കെ എഴുന്നേറ്റിരുന്ന് പറഞ്ഞതും ആദ്യം ചിരിയടക്കാനായില്ല. സാരമില്ല, അവരൊക്കെ വെയിറ്റ് ചെയ്തോളും. നിന്നെ കോളേജിലാക്കിയിട്ട് ഞാനിന്ന് ഹോസ്പിറ്റലിലേക്കുള്ളൂ, വേഗം റെഡിയായിക്കേ. എന്തൊരു കഷ്ടമാണുള്ളൂ ഇതൊക്കെ. അവൾ പുതപ്പ് മാറ്റി എണീക്കുമ്പോഴേക്കും ആദ്യ ഫോൺ വിളിച്ചുകൊണ്ട് താഴേക്ക് നടന്നു. ഡോ വാ പോകാം. റെഡിയായി വന്ന ഈ സമയം കണ്ടതും ആദ്യം മുഖം കുത്തി നിന്നുപോയി. അല്ല, ഇന്നെന്താ പർദ്ദയൊക്കെ ഇട്ട്? സാധാരണ ഇങ്ങനെയല്ലല്ലോ കോളേജിൽ പോകാറ്. ഇതെന്ത് പറ്റി? ഒറ്റ ദിവസം കൊണ്ട് നീ നന്നായോ? എടോ മരപ്പട്ടി, താനൊന്ന് നോക്ക്. എൻ്റെ ശരീരത്തിൽ മുറിവ് പറ്റാത്ത ഏതെങ്കിലും ഭാഗമുണ്ടോ? പറ, പിന്നെ ഞാനിതിടാതെ എന്താ വേണ്ടത്? കഴുത്തിലെ മുടി മാറ്റിക്കൊണ്ടായിരുന്നു ഇസമ്മ കലിതുള്ളിയത്. എന്ന നീ ഇതിന് സ്ഥിരമാക്കിക്കോ ഇസമ്മേ. ആദ്യ കള്ളച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് കാറിനടുത്തേക്ക് നടന്നതും ഇസയത് കേൾക്കാത്ത മട്ടിൽ പിന്നാലെ നടന്നു. ഇസമ്മയെ കോളേജിൽ ഡ്രോപ്പ് ചെയ്ത ശേഷം ആദ്യ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. അല്ലെങ്കിലും വല്ല വയ്യാവേലിയുള്ള ദിവസം അങ്ങേരെന്നെ തിരിഞ്ഞു നോക്കൂല. 2 ദിവസങ്ങൾക്ക് ശേഷമായുള്ളൊരു വൈകുന്നേരം ഇസമ്മ ആദ്യയെയും കുറ്റം പറഞ്ഞു വരുമ്പോഴാണ് ഇസമ്മയുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയത്. ഓ, എൻ്റെ കാലനായിരിക്കും ഇനി എന്നെ തിരക്കി കോളേജിലേക്കെങ്ങാനും. ആദ്യയാണെന്ന് കരുതി ഇസ ഫോൺ എടുക്കുമ്പോൾ അറിയാത്ത ഏതോ നമ്പറിൽ നിന്നാണ് കോള് വന്നിരുന്നത്. ഇതാരണപ്പാ? അവൾ നമ്പർ നോക്കിക്കൊണ്ട് സ്വയം പറഞ്ഞ് ഫോൺ ചെവിയോട് ചേർത്തു. ഹലോ, ആരാ? എൻ്റെ ശബ്ദം പോലും നീ മറന്നോ ഇസ? പടച്ചോനെ, നകുൽ സാർ. ഇങ്ങേരെന്തിനാണ് അവ ഇപ്പോൾ വിളിക്കുന്നേ? ഇനി രണ്ടും കൂടി വീണ്ടും തമ്മിലടിച്ച് പിരിഞ്ഞോ? ആ, പിരിഞ്ഞാലും എനിക്കൊന്നുമില്ല. ഞാൻ എൻ്റെ ആദ്യം ഇട്ടേച്ച് എങ്ങോട്ടും വരില്ല. സോറി സാർ.